ഹലോ ഗൈസ്, എന്താണ് എല്ലാവരും വിശേഷങ്ങളും? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സോണി A74 അങ്ങനെ സർവീസ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു, നമ്മളെ ഷട്ടർ പൊട്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനതിൻ്റെ ഒരു ഷട്ടർ മാറ്റാനുള്ളൊരു കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് പറയാം. എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്. ഒരു പബ്ലിക്കലി പറഞ്ഞിട്ടില്ല തോന്നുന്നു. ഓക്കെ, ഞാനിവിടെ ഖത്തറിലാണ് ഉണ്ടായിരുന്നത്, ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഓഫ് കോഴ്സ് നമ്മൾ നാട്ടിൽ കൊടുക്കാനാണല്ലോ നോക്കുക. അപ്പോൾ നാട്ടിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ അന്വേഷിച്ചു. ഇതിനൊരു ഏകദേശം 10,000 മുതൽ 20,000 25,000 രൂപ വരെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ സർവീസ് സെക്ടറിൽ സർവീസ് ചെയ്യുന്നിടത്ത് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് അത് കൊടുത്തയക്കണം, അവിടുന്ന് സർവീസ് ചെയ്തിട്ട് കിട്ടണം. കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രാക്ടിക്കലി എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചു. ഇവിടെ കുറച്ച് ക്യാമറ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഒരു കോസ്റ്റ് അവർ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സോണിയുടെ സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ ഈ കണ്ണാടില്ല, ഇത് ബോസാണ്. അപ്പോൾ ബോസ് അതുപോലെ തന്നെ സോണി, യമഹ അതൊക്കെ ഒരു ടീമാണ് ചെയ്യുന്നത്. ഇവിടെ സർവീസ് ചെയ്യുന്നത് ഓതറൈസ്ഡ് ഡീലേഴ്സാണ്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സാണ്. 51 ഈസ്റ്റ് ലഗൂണ മാളിലുള്ള 51 ഈസ്റ്റിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ, സർവീസ് സെൻറ്ററിൻ്റെ പേര്. അങ്ങനെ അവിടെ പോയി ഞാൻ കഴിഞ്ഞ ഷട്ടർ പൊട്ടിയത് 2-ാം തീയതി ആയിരുന്നു. ഞാൻ 3-ാം തീയതി തന്നെ അവിടെ സാധനം കൊണ്ടുകൊടുത്തു. അപ്പോൾ അവർ ഷട്ടർ നോക്കട്ടെ, എന്താണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി നോക്കുമ്പോൾ പറഞ്ഞു ഷട്ടർ പാർട്സ് വരാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കഴിയും എന്ന്. 2 ആഴ്ച 3 ആഴ്ച കഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരു 13-14 ദിവസം ആകുമ്പോഴത്തേന് തന്നെ സാധനം കിട്ടി കേട്ടോ. ഇനി ഇതിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ. ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്തു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ടുള്ള കോസ്റ്റാവും, ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് ആവും വിചാരിച്ചു. ഏകദേശം ഒരു 2,000 റിയാലൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. കാരണം സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ സോണിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ, ഇപ്പോൾ സോണിയുടെ എന്നല്ല, ഏതൊരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോഴും കുറച്ച് കോസ്റ്റ് പുറത്തുനിന്ന് നമ്മൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ചെയ്യണക്കാട്ടും കൂടുതലാണല്ലോ സാധാരണഗതിയിൽ ഉണ്ടാവുക. പക്ഷേ ഇവിടുന്ന് തന്നെ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. ജസ്റ്റ് 350 റിയാലിനാണ് എനിക്ക് ഷട്ടർ മാറ്റി കിട്ടിയത്. 350 റിയാൽ പറഞ്ഞാൽ നാട്ടിലെ ഒരു 7,000 രൂപ. 7,000 രൂപക്കാണ് സോണിയിൽ നിന്ന് എനിക്ക് ഷട്ടർ ചേഞ്ച് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, നാട്ടിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതിനെക്കാട്ടി ചീപ്പിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. കാരണം സോണിയുടെ സർവീസ് സെൻറ്ററിൽ 7,000 രൂപ മാത്രമേ ആവുന്നുള്ളൂ, 350 റിയാൽ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അത്യാവശ്യം നല്ല സ്കാം നടക്കുന്നുണ്ട്. പല സർവീസ് സെൻറ്റേഴ്സും ഭയങ്കരമായിട്ടുള്ള ചാർജ് ചെയ്യുന്നതാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ അതാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു 350 റിയാൽ ഷട്ടർ പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് ഷട്ടറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ ഒരു ആസ് എ ഫോട്ടോഗ്രാഫർ നമുക്ക് അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. കാരണം എക്സ്പോസിങ്ങിൻ്റെ ചാർജ് പോലും വരുന്നില്ല. എന്തായാലും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്നുള്ളതായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു 250 റിയാൽ വേറെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ചാർജിങ് യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ. അത് അവിടെ സർവീസ് സെൻറ്ററിൽ പോയി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് ചേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനും പറഞ്ഞു. അതിന് 250 റിയാലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷട്ടറിൻ്റെ മാത്രം 350 റിയാലാണ്, ഇൻക്ലൂഡിങ് പാർട്സും സർവീസും എല്ലാം കൂടെ. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.